പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അല്പസമയം കൂടെ ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ ഭാഗം ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുക. 121 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാൻ കഴിയുമോ? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ ലോകത്തിലെല്ലാവർക്കും ഉറക്കമുണ്ട്, മയക്കമുണ്ട്. മനുഷ്യനായി ജീവിച്ച സകല ജനങ്ങളും, അതുപോലെ സകല പക്ഷി മൃഗ ഇഴജാതികളും എല്ലാത്തിനും ഉറക്കമുണ്ട്. എന്നാൽ ഒരിക്കലും മയങ്ങാതെ ഒരാൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പരിപാലകനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിനെ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുകയുമില്ല. അത് നിനക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ നിന്നെ സദാസമയം കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കുവാൻ, നിൻ്റെ ആവശ്യാനുസരണങ്ങൾ അറിഞ്ഞ്, നിൻ്റെ ഇഷ്ടാനുസരണങ്ങളെല്ലാം അറിഞ്ഞ്, നിൻ്റെ കഷ്ടതയിലും നിൻ്റെ പ്രയാസത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ നടുവിലും നിന്നെ കാക്കുവാൻ, പരിപാലിക്കുവാൻ സദാസമയം ഉണർന്നിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. 91 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അതേ ശ്രോതാവേ, ഈ ഭൂമിയിൽ ആമീൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുക, പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഭയങ്കരമായ കാലത്തിലേക്ക് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവിൻ്റെ പാദങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ശാശ്വതമായൊരു ജീവിതം നമുക്കിവിടെ കിട്ടത്തില്ല. വളരെ പ്രതികൂലങ്ങൾ നിറയപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സദാസമയം നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് സകലത്തിന്മേലും ചുമതലയുള്ളവനാണ്. ദൈവത്തിൻ്റെ പ്രകാരം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും വിവിധമായ ഭാരങ്ങളുണ്ട്, ആമേ കണ്ണുനീരുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതിന് നടുവിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തെ ആശ്രയിച്ച് നീ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവളാണെങ്കിൽ നീ അനുഭവിക്കുന്ന മാരകമായ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ കാക്കുവാൻ, പരിപാലിക്കുവാൻ, മയങ്ങാതെ ഉറങ്ങാതെ നിനക്ക് വേണ്ടി സദാസമയം ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, കലങ്ങുകയും വേണ്ട. ഹല്ലേലൂയ. യേശു നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ വളരെ സത്യമായ കാര്യമാണ്. ആമേൻ. ഗിരിപ്രഭാഷണത്തിൽ യേശു 2 തരത്തിലുള്ള വീടുകളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് പാറമേൽ പണിത വീട്. ആ വീടിന് ഹല്ലേലൂയ 3 തരത്തിലുള്ള കടുത്ത പരീക്ഷകൾ വന്നു. ഒന്ന്, ജലപ്രളയമുണ്ടായി, കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു. എന്താണ് സംഭവിച്ചത്? പാറമേൽ പണിതിരുന്ന വീട് തകർന്നു പോകാതെ അത് ഉറപ്പുള്ളതായിരുന്നു. എന്നാൽ മണൽമേൽ പണിത വീട് കാറ്റും മഴയും വന്ന് വെള്ളം മുങ്ങിയപ്പോൾ ആ വീടിന്മേൽ അലച്ചു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അതെ, ഇന്ന് പകൽ നിങ്ങൾ പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ? ക്രിസ്തു എന്ന പാറമേലാണോ നിങ്ങളുടെ ജീവിതം? ഹല്ലേലൂയ. താങ്കൾ പതറിപ്പോകാതെ, തളർന്നു പോകാതെ താങ്കളെ കാത്തു പരിപാലിക്കുവാൻ കഴിയുന്ന നല്ല സർവശക്തനായൊരു ദൈവമുണ്ട്. രക്തം ചെയ്യും. ഇന്ന് പകൽ താങ്കൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അവയെല്ലാം നിങ്ങൾക്ക് സഹിക്കുവാൻ പറ്റണമെന്നില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ വലിയ പോരാട്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. സ്തോത്രം. അതിരാവിലെ നാം കണ്ണു ചിമ്മി എഴുന്നേൽക്കുന്ന സമയം തൊട്ട് അനവധി പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. അങ്ങനെ പരീക്ഷകളും പോരാട്ടങ്ങളും കടന്നു വരുമ്പോൾ അതിനെ കണ്ട് താങ്കൾ ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾക്കതിനെ രക്ഷ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക. അതെ, ഞാനിന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് നിങ്ങൾക്കൊരാശ്വാസം തരാൻ ആഗ്രഹിക്കുക. കണ്ണുനീര് തൂകുന്ന അനുഭവങ്ങളുണ്ട്,
നിരാശപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഈ ലോകത്തിലെ അവധി പ്രതീക്ഷയുമായി താങ്കൾ ജീവിച്ചു. ഒന്നും സാധിക്കുവാൻ കഴിയാതെ, ഒന്നും നിറവേറുവാൻ കഴിയാതെ കരഞ്ഞു കലങ്ങിയ ഹൃദയമായിട്ടാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ജീവിതത്തിൽ വളരെ ഭാരത്തിൻ്റെ അനുഭവമാണോ? അതിൽ നിന്നൊക്കെയും താങ്കളെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതം ഒന്ന് മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്കിവിടെ ലഭ്യമല്ല. ലഭിച്ച സമയം നാം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നീ നിറയപ്പെട്ടുകൊണ്ട് നീ കർത്താവിനോട് പറയാൻ കഴിയുമോ? ശ്രോതാവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. നിൻ്റെ കുടുംബത്തിൻ്റെ സകല വിഷയങ്ങളും അറിയുന്നവൻ യേശുവാ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ നീ കരഞ്ഞു കലങ്ങിയ ഹൃദയത്തോടെ നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. ആരോടും പറയാതെ നീ ദൈവത്തിൽ ഇടിവി നിന്ന വിഷയങ്ങളുണ്ട്. അതിനൊക്കെയും മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് വായിച്ച വചനം എന്താണ്? ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അത് നീ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ കർത്താവ് നിൻ്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, അതിനുവേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. കണ്ണുനീര് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. എല്ലാ മനുഷ്യരും കരയും, ആരും കരയാത്തവരില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ആ കരച്ചിൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നിൽക്കും. എന്നാൽ ആ കരച്ചിലിനൊരു ആശ്വാസം തരുവാൻ കർത്താവിന് കഴിയും. ജനിച്ച കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് ജനിക്കുന്നതെങ്കിലും ആ കരച്ചിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നില്ല. ആ കരച്ചിലിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ നീ ഓരോ ദിവസം വളർച്ച പ്രാപിക്കുമ്പോഴും നിൻ്റെ കരച്ചിലുകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മടങ്ങിവ. പാപങ്ങളെ വിട്ട് മടങ്ങിവ, ശാപങ്ങളെ വിട്ട് മടങ്ങിവ. ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. അത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്നോ അതിൻ്റെ നടുവിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹാകരുണ ഈ ജനത്തിന്മേൽ പകരണമേ. ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന വിഷയങ്ങളുണ്ട്, ജീവിതത്തിൽ നിരാശയുടെ വിഷയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ നടുവിൽ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. നിരാശകൾ മാറി, ദുഃഖങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി, കണ്ണുനീര് മാറി, ഒരാശ്വാസത്തിൻ്റെ വഴി തുറക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.